എല്ലാവർക്കും നമസ്കാരം. ഏകലവ്യനെ കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? ഏകലവ്യൻ്റെ കഥയെ സമീപിക്കുമ്പോൾ സമകാലീന സമൂഹത്തിലെ ജാതി വ്യവസ്ഥയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു വസ്തുത ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ മനഃപൂർവ്വം മുൻവിധികൾ ഒഴിവാക്കുന്നതല്ലേ നല്ലത്? അപ്പോൾ നിഷാദ രാജാവായ ഹിരണ്യധനുസിൻ്റെ മകനാണ് ഏകലവ്യൻ എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. ഈ ധാരണ ശരിയല്ല. ഏകലവ്യൻ്റെ കുലം ഏതെന്ന് പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമാവും. യയാതിയുടെ പരമ്പരയാണ് യാദവകുലം, അതറിയാലോ. അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ യദുവിൽ നിന്നാണ് ആ കുലത്തിൻ്റെ ആരംഭം. അതുകൊണ്ടാണ് യാദവകുലം എന്നായത്. യയാതി ക്ഷത്രിയനായിരുന്നത് കൊണ്ട് ആ കുലം മുഴുവൻ വർണ്ണപരമായി നോക്കുമ്പോൾ ക്ഷത്രിയരാണ്. പക്ഷേ യയാതിയുടെ ശാപത്താൽ അവർ വർണ്ണഭ്രഷ്ടരായി തീർന്നു. രാജ്യാവകാശം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവർക്ക് യദുകുലം അഥവാ യാദവരെന്ന് പേര് വീണത്. ഓർമ്മയുണ്ടാവും അല്ലേ? പിതൃശാപത്താൽ ഭ്രഷ്ടരായ ക്ഷത്രിയരാണ് യാദവർ എന്ന കാര്യം. അച്ഛൻ്റെ യുവത്വം പകുത്തെടുക്കാൻ മടിച്ച മകനെ ശപിച്ച കാര്യം ഓർമ്മയുണ്ടാവും. അച്ചടക്കരാഹിത്യത്തിന് പാർട്ടിയിൽ നിന്ന് പിരിച്ചുവിടുന്ന പോലെയാണ്. പിന്നീട് ആ പാർട്ടിയുടെ പേര് സ്ഥാനമാനങ്ങളൊന്നും ലഭ്യമല്ലല്ലോ. അതുപോലെയാണ് യാദവരുടെ അവസ്ഥ. അത് ക്രമേണ മാറി വന്നെങ്കിലും അതുമൂലമുണ്ടായ പതിതത്വത്തിൻ്റെ ദുഷ്പേരിൽ നിന്ന് അവർക്ക് ഒരു കാലത്ത് മോചനം ലഭിച്ചില്ല. അപ്പോൾ യദുവംശത്തിൽ തന്നെ പിറന്ന ശൂരനെ ഭോജ്യയിൽ 10 പുത്രന്മാരും 5 പുത്രിമാരും ജനിച്ചു. അവരിൽ മൂത്തവനായിരുന്നു ശ്രീകൃഷ്ണ പിതാവായ വസുദേവൻ. ആണുങ്ങളിൽ മൂന്നാമത്തവൻ്റെ പേര് ദേവശ്രവസ് എന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു ഏകലവ്യൻ. ഇതിൽ നിന്ന് നാം എന്താ ധരിക്കേണ്ടത്? ഏകലവ്യൻ യാദവനും അതിനാൽ ക്ഷത്രിയനുമാണെന്ന് തന്നെ. അപ്പോൾ ഈ ബന്ധം അനുസരിച്ച് ഈ ശ്രീകൃഷ്ണനും ഏകലവ്യനും തമ്മിൽ എന്താ ബന്ധം എന്ന് മനസ്സിലായല്ലോ. അവർ ഭ്രാതാക്കളാണ്, ജ്യേഷ്ഠാനുജന്മാരാണ്, ചേട്ടൻ്റെയും അനിയൻ്റെയും മക്കൾ. അപ്പോൾ ശത്രുഘ്നൻ എന്നാണ് ഏകലവ്യൻ്റെ യഥാർത്ഥ പേര്. ശത്രുഘ്നൻ. ബാല്യത്തിൽ തന്നെ രക്ഷിതാക്കൾ അദ്ദേഹത്തെ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഹിരണ്യധനുസ് കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയെ കണ്ടെടുത്ത് വളർത്തുകയായിരുന്നു. അപ്പോൾ കാട്ടിൽ ഉപേക്ഷിച്ചു എന്നല്ലാതെ അതിൻ്റെ കാരണം എന്തെന്ന് വ്യാസൻ ആ സന്ദർഭത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ അതറിയാൻ വേറെ മാർഗങ്ങളുണ്ട്. ഒരാളെ തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ കഠിന തടവോ കോടതി വിധിച്ചു എന്നറിഞ്ഞാൽ അതിൻ്റെ കാരണം വ്യക്തമാണ് അല്ലേ? എന്താ? വിധിച്ച ന്യായാധിപനോ അയാൾക്ക് വേണ്ടി കേസുവാദിച്ച വക്കീലിനോ അയാളോട് വിരോധം ഉണ്ടായിരുന്നു എന്ന് ആരും കരുതില്ലല്ലോ. വിധിക്കപ്പെട്ട ശിക്ഷ അർഹിക്കുന്ന കുറ്റം അയാൾ ചെയ്തെന്ന് മാത്രമല്ല അത് സംശയരഹിതമായി കോടതിയിൽ തെളിയിക്കുക കൂടി ചെയ്തു എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ കുട്ടിയെ ഉപേക്ഷിക്കുന്നത് കുലത്തിനും രാഷ്ട്രത്തിനും ഉണ്ടാകാൻ പോകുന്ന വിപത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടിയെ കാട്ടിൽ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനോട് അനുകൂലിക്കാൻ നമ്മുടെ ദുർബല മനസ്സിനെ വൈമനസ്യം ഉണ്ടാവും. പക്ഷെ അതിന് തക്ക കാരണത്തോടു കൂടി ചെയ്താൽ ധാർമ്മികമായ പ്രവൃത്തിയാകും. അപ്പോൾ ഏകലവ്യൻ എന്ന ശത്രുഘ്നനെ ഉപേക്ഷിച്ചതും അയാളുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകാവുന്ന വിപത്ത് സാധ്യത ഒഴിവാക്കാനായിട്ടാണ്. ഇത്തരം പുത്രപരിത്യാഗത്തിന് അനേക ഉദാഹരണങ്ങൾ ഇതിഹാസങ്ങളിൽ നമുക്ക് കാണാം. ദുഷ്ടനായ സുഹൃത്തിനെയും ദുഷ്ടമായ ദേശത്തെയും ദുഷ്ടനായ രാജാവിനെയും ദുഷ്ടനായ പുത്രനെയും ദുഷ്ടയായ ഭാര്യയെയും ത്യജിക്കേണ്ടതാണ് എന്നാണ് ശുക്രനീതി. ഇങ്ങനെ രാജാക്കന്മാരും മഹർഷിമാരും പുത്രന്മാരെ പരിത്യജിച്ചതിന് അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. അവർ ജനദ്രോഹകരമായ പ്രവർത്തികളിൽ വ്യാപൃതരായതാണ് പരിത്യാഗത്തിന് കാരണം. അപ്പോൾ ഏകലവ്യൻ എന്ന ശത്രുഘ്നനും ഇപ്രകാരം ഉപേക്ഷിക്കപ്പെട്ടവനാണ്. നിഷാദ രാജാവായ ഹിരണ്യധനുസ് അദ്ദേഹത്തിൻ്റെ വളർത്തച്ഛൻ മാത്രമാണ്. ഇനി ഏകലവ്യൻ്റെ ഗുരുദക്ഷിണയെക്കുറിച്ച് പറയാം അല്ലേ? മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമായതുകൊണ്ടാണ് അദ്ദേഹത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പറയാമെന്ന് വിചാരിച്ചത്. ആരാണ് നിഷാദൻ? എന്താണ് നിഷാദത്വം? പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ സാറിൻ്റെ പദത്തിൻ്റെ വ്യുൽപ്പത്തിയിലൂടെ പറയുകയാണെങ്കിൽ നീ അധികം സൂത്, നീ പ്ലസ് സൂത്, നിഷൂത് കൊല്ലുക, പ്രഹരിക്കുക എന്നർത്ഥം. നിഷണ്ണം അസ്മിൻ പാപം ഇതി നിഷാദ. ഇവനിൽ പാപം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നിഷാദൻ. നിഷാദന്മാർ ഒരു കുലമെന്ന നിലയ്ക്ക് പൊതുവെ പാപപ്രവൃത്തികളിൽ തൽപരരാണ്. അതുകൊണ്ട് അവരുടെ ജീവിത രീതി മുഖ്യ ജനസമൂഹത്തിൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. വല്ലപ്പോഴും ഒരിക്കൽ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ജന്തുഹിംസ ചെയ്യുന്നത് പോലെയല്ല അവരുടെ ജന്തുഹിംസ. ഹിംസ ഇവരുടെ ശീലവും നിത്യവൃത്തിയുമാണ്. അതിനാൽ
സഹാനുഭൂതിയില്ലാത്ത ജീവിത വീക്ഷണമാണ് നിഷാദന്മാരുടേത്. ക്രൂരത സ്വഭാവത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. അപ്പോൾ ഈ നിഷാദ രാഷ്ട്രത്തിൻ്റെ പാർശ്വത്തിൽ കൂടിയായിരുന്നു സരസ്വതി നദി ഒഴുകിയിരുന്നത്. അപ്പം നിഷാദന്മാരുടെ പാപവും ദുഷ്ടതയും സഹിക്കാനാവാതെ സരസ്വതി നദി ഭൂഹൃദയത്തിൽ നിന്ന് തന്നെ പോയി ഒളിച്ചു എന്നാണ് പറയുന്നത്. ഇനി അവർ എന്നെ കാണരുത് എന്ന് പറഞ്ഞിട്ടാണ് അമൃതവർഷിണിയായ ആ നദീദേവി ഭൂമിക്കുള്ളിൽ മറഞ്ഞത്. പിന്നീട് ചമസോത് ഭേദത്തിൽ ചെന്നാണ് സരസ്വതി നദി ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഒഴുകിയത്. അമ്മയായ മഹാനദി നിഷാദന്മാരോട് പിണങ്ങി ഒളിച്ചു കളഞ്ഞെങ്കിൽ അവർ ഏതേതെല്ലാം തരത്തിലുള്ള അതിക്രമങ്ങളും അത്യാചാരങ്ങളുമായിരിക്കും നദിക്കുമേൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ഇന്നത്തെ കാലത്തും നദികളോടുള്ള അത്യാചാരങ്ങൾ ഒട്ടും കുറവല്ല അല്ലേ? പക്ഷേ ഒരു നദി ഭൂമുഖത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമാവണമെങ്കിൽ എന്തുമാത്രം സഹിച്ചിട്ടായിരിക്കണം. മണൽ വാരിയെടുക്കുക, മീനുകളെ കുഞ്ഞുങ്ങളോടൊപ്പം മുട്ടകളോടുമൊപ്പം പിടിച്ച് നശിപ്പിക്കുക, തീരത്ത് വിസർജിച്ച് നശിപ്പിക്കുക, മാലിന്യങ്ങളും ഉച്ഛിഷ്ടങ്ങളും ജലത്തിൽ നിക്ഷേപിക്കുക, വെള്ളം ഇറ്റു തുലയ്ക്കാൻ ഇന്നത്തേതുപോലെയുള്ള സാധ്യതകൾ അന്ന് ഇല്ലാത്തത് കൊണ്ട് അതെന്തായാലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നിഷാദന്മാരുടെ കൂട്ടത്തിലേക്കാണ് ഏകലവ്യൻ എന്ന ശത്രുഘ്നൻ കടന്നു ചെന്നത്. സ്വഭാവത്തിനൊത്ത പ്രവൃത്തി, സാഹചര്യത്തിൻ്റെ സമൂഹ സഹവാസമാണ് ആ കുട്ടിക്ക് ലഭിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള സാംസ്കാരിക പരിസരത്തിൽ വളർന്ന് ശീലങ്ങളൊക്കെയും ദുശീലങ്ങളായി തീർന്ന ഏകലവ്യനാണ് ഹസ്തിനാപുരിയിലെ രാജധാനിയിലെത്തി വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച രാജകുമാരന്മാർ മാത്രം അഭ്യസിക്കുന്ന ധനുർവേദം തന്നെയും പരിശീലിപ്പിക്കണമെന്ന് അത്യന്തം വിനീതനായി രാജഗുരുവായ ദ്രോണരോട് അപേക്ഷിച്ചത്. അപ്പോൾ കാലജ്ഞനായ ദ്രോണർ അത് സൗമ്യമായി നിരസിച്ചു. ഒരു കർമ്മകുശലനായ ഭരണാധികാരിയുടെ ദുർബുദ്ധി ദ്രോണർക്കുണ്ടായിരുന്നെങ്കിൽ അനർഹമായ അഭ്യർത്ഥനയുമായി അദ്ദേഹത്തെ സമീപിച്ചതിന് ഏകലവ്യൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുമായിരുന്നു, അല്ലേ? ജയിലിലാക്കാമായിരുന്നു. അതിനുള്ള അധികാരം ഉണ്ടായിരുന്നു ദ്രോണർക്ക്. രാജഗുരുവാണ്. ഇപ്പോൾ ദ്രോണർക്ക് പകരം ശുക്രാചാര്യനായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇങ്ങനെ ആയിരുന്നില്ല അവസാനിക്കുക. അപ്പോൾ ഏകലവ്യൻ്റെ ദ്രോണ സന്ദർശനത്തിൽ വ്യക്തമാകുന്ന വസ്തുതകൾ രണ്ടാണ്. ഒന്ന്, ദ്രോണരുടെ മഹത്വം. രണ്ട്, ഏകലവ്യൻ്റെ അവിവേകം. ഒരു നിഷാദ രാജകുമാരന് കണ്ട് സംസാരിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ വളരെ ലളിതവും അനൗപചാരികവുമായിരുന്നു ആചാര്യൻ്റെ ജീവിതം. പുറമേ വിനീതമെങ്കിലും അകമേ ധിക്കാരം നിറഞ്ഞ ആചാര്യവരണം ഇളം കാറ്റുപോലും അറിയാതെ ഒരു നിരാസത്തിൽ അദ്ദേഹം ഒതുക്കി. പറ്റില്ല എന്ന് പറഞ്ഞു, അത് മാത്രമേ പറഞ്ഞുള്ളൂ. ഹസ്തിനാപുരിയിലെ രാജഗുരുവിനെ സമീപിച്ച് തന്നെ ആയുർവിദ്യ അഭ്യസിപ്പിക്കണമെന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അനൗചിത്യമുണ്ടെന്ന് തോന്നാത്ത വിധത്തിൽ അജ്ഞത നിറഞ്ഞതായിരുന്നു ഏകലവ്യൻ്റെ സ്വഭാവം. ഇതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ജന്മനാ ഉള്ള ദുസ്വഭാവം. രണ്ട്, നിഷാദന്മാരുടെ സഹവാസത്തിൽ നിന്ന് കിട്ടിയ തിരിച്ചറിവില്ലായ്മ, കടുത്ത വിവരദോഷം. ഏകലവ്യൻ നിഷാദനല്ല, ഹിരണ്യധനുസിൻ്റെ മകനുമല്ല, ഉപേക്ഷിക്കപ്പെട്ട യാദവനാണ്. യാദവർ ഭ്രഷ്ടരായ ക്ഷത്രിയരും. അപ്പോൾ ഏകലവ്യനിൽ നിന്ന് ദ്രോണർ ചോദിച്ചു വാങ്ങിയ ഗുരുദക്ഷിണയുടെ ആന്തര ഗൗരവം മനസ്സിലാക്കുന്നതിന് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ദ്രോണരെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ദ്രോണർ അദ്ദേഹത്തിൻ്റെ കാലത്തെ ഏറ്റവും അപ്രതിമനായ ധനുർവേദജ്ഞനായിരുന്നു. അറിവിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം ഉന്നതനായിരുന്നു. സഹിക്കരുതാത്ത പട്ടിണിയുടെ കൊടും വാഴ്ചയിൽ നേറിയമർന്നപ്പോഴും താൻ എന്തിനും പോന്നവനായിട്ടും തൻ്റെ ആയോധന വിദ്യയിൽ ഒന്നുപോലും പ്രഭുക്കന്മാർക്കോ രാജാക്കന്മാർക്കോ എതിരെ അദ്ദേഹം പ്രയോഗിച്ചില്ല. കൊച്ചു പിച്ചാത്തിയുമായി നടന്ന് ഭീഷണിപ്പെടുത്തുന്നവർക്ക് പോലും സമൃദ്ധമായ ഭൗതിക ജീവിതം നയിക്കാവുന്ന ഈ ലോകത്ത് എല്ലാ അറിവും ഉണ്ടായിട്ടും ധനുർവേദത്തിൻ്റെ ഒരു അവതാര പുരുഷൻ തന്നെയാണ്. കൊടും പട്ടിണിയുടെ ക്രൂരമായ വറുതിയിൽ പൊരിഞ്ഞിട്ട് പോലും അദ്ദേഹം ആയോധന കലയെ സമ്പന്നർക്കെതിരെ ഉപയോഗിച്ചതേയില്ല. അപ്പോൾ അത്ര ദൃഢമായിരുന്നു അദ്ദേഹത്തിന് അക്കാര്യത്തിലുള്ള നിഷ്ഠ. സ്വന്തം ശക്തി അറിഞ്ഞുകൊണ്ട് ആ ശക്തി സ്വാർത്ഥത്തിന് വേണ്ടി പ്രയോഗിക്കാതിരിക്കുക എന്നത് മഹാതപസ്വികൾക്ക് മാത്രമേ സാധ്യമാകൂ. അദ്ദേഹം മറ്റുള്ളവരോട് ഇടപെടുമ്പോഴെല്ലാം അസാധാരണമായ മഹത്വമാണ് പ്രദർശിപ്പിച്ചിരുന്നത്.
ഒരിക്കൽ കൗരവ പാണ്ഡവ കുമാരന്മാർ നായാട്ട് നടത്തി രസിക്കുമ്പോൾ നായാട്ട് നായ വായിൽ 7 അമ്പ് എയ്തു തറച്ച നിലയിൽ പാണ്ഡവരെ സമീപിച്ചു. ആ അസ്ത്രപ്രയോഗ കൗശലം കാണിച്ച വ്യക്തി ആരെന്നറിയാൻ പാണ്ഡവർ അന്വേഷിച്ചു ചെന്നു. അപ്പോഴാണ് അസ്ത്രപരിശോധനത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ഏകലവ്യനെ കണ്ടത്. ആരാണെന്ന് ചോദിച്ചപ്പോൾ താൻ ഹിരണ്യധനുസിൻ്റെ പുത്രനാണെന്നും ദ്രോണാചാര്യൻ്റെ ശിഷ്യനാണെന്നുമാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ പാണ്ഡവർ ദുഃഖത്തോടെ മടങ്ങി ദ്രോണരെ വിവരം ധരിപ്പിച്ചു. അപ്പോൾ അർജുനന് അന്ന് ദുഃഖം വളരെ അധികം ഉണ്ടായി. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ ദ്രോണരുടെ ഏറ്റവും മിടുക്കനായ ശിഷ്യൻ അർജുനൻ തന്നെയാണെന്നായിരുന്നു. അപ്പം അതിനാണ് ഇവിടെ കോട്ടം തട്ടിയത്. ഈ വിവരം അവർ പോയി ദ്രോണാചാര്യരോട് പറഞ്ഞു. അല്പസമയം ആലോചനയിൽ മുഴുകിയിരുന്നിട്ട് ദ്രോണര് അർജുനനോട് കൂടി ഏകലവ്യൻ്റെ അടുത്തെത്തി. ദ്രോണരെ കണ്ട ഉടനെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച ബഹുമാനത്തോടെ ഏകലവ്യൻ ഒതുങ്ങി നിന്നു. ഇതാണ് അങ്ങയുടെ ശിഷ്യൻ എന്ന് പറഞ്ഞു അർജുനൻ. നീ എൻ്റെ ശിഷ്യനാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ നൽകുക. അപ്പോൾ എന്താ ഏകലവ്യൻ പറഞ്ഞത്, എന്താണ് അങ്ങേക്ക് വേണ്ടതെന്ന് കൽപ്പിക്കുക, അങ്ങേക്ക് തരാൻ പാടില്ലാത്തതായി എനിക്കൊന്നുമില്ല. അപ്പോൾ ദ്രോണർ വലത് കൈയിൽ പെരുവിരൽ ചോദിച്ച കാര്യം നമുക്കറിയാം അല്ലേ. പെരുവിരൽ അറുത്ത് ഗുരുദക്ഷിണയായി ഏകലവ്യൻ സമർപ്പിച്ചു. താൻ പറഞ്ഞ വാക്ക് നിഷാദൻ നിറവേറ്റി. വൈമനസ്യമോ ദുഃഖമോ വിരലറുത്ത് നൽകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായില്ല. ഏകലവ്യൻ്റെ ഈ ആത്മസമർപ്പണം അസാധാരണമാണ്. അതിലൂടെ പ്രകാശിക്കുന്ന ഗുരുഭക്തിയും അസാധാരണം. വിരലറുത്ത് നൽകിയതിൽ അദ്ദേഹത്തിന് സന്തുഷ്ടിയും സംതൃപ്തിയും ഉണ്ടായിരുന്നു. മറ്റൊരാൾ ഇത്തരം സന്ദർഭത്തിൽ ഇങ്ങനെയായിരിക്കുമോ പെരുമാറുക എന്നത് സംശയമാണ്. അപ്പോൾ ഇവിടെ അപ്രസക്തമെന്ന് തോന്നാവുന്ന മറ്റൊരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ്റെ ഭാര്യയാണെന്നോ സഹോദരിയാണെന്നോ അമ്മയാണെന്നോ അവകാശപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകൾ അവരെ പരിചയപ്പെടുത്താൻ സ്വാതന്ത്ര്യമുണ്ടോ? ഏതെങ്കിലും സ്ത്രീകൾക്ക് അവരെ പരിചയപ്പെടുത്താൻ സ്വാതന്ത്ര്യമുണ്ടോ? ഏതെങ്കിലും പുരുഷന്മാർക്ക് പ്രസ്തുത സർവ്വസൈന്യാധിപൻ അച്ഛനാണെന്നോ മകനാണെന്നോ സഹോദരനാണെന്നോ ചെല്ലുന്നിടത്തൊക്കെ പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? സ്വാതന്ത്ര്യമില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അത് ശിക്ഷാർഹമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹസ്തിനാപുരയിലെ സർവ്വസൈന്യാധിപനും രാജഗുരുവുമായ ബ്രാഹ്മണൻ്റെ ശിഷ്യനാണ് താനെന്ന് ശിഷ്യനല്ലാതിരിക്കെ, മാത്രവുമല്ല ശിഷ്യനാകുന്നതിൽ നിന്ന് അദ്ദേഹം വിലക്കിയിരുന്ന ഒരാൾ പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നാൽ അയാൾ ശിക്ഷാർഹനല്ലാതെ വരുമോ? ഒരേ സമയത്ത് ഇരട്ട കുറ്റമാണ് ഏകലവ്യൻ ചെയ്തത്. താൻ ദ്രോണരുടെ ശിഷ്യനല്ലാതിരിക്കെ ശിഷ്യനാണെന്ന് പ്രചരിപ്പിച്ചു. ദ്രോണരുടെ ശിഷ്യനായിരിക്കുന്നതിൽ നിന്ന് ഏകലവ്യനെ ദ്രോണർ ഒരിക്കൽ വിലക്കിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആ വിലക്കിയത് അദ്ദേഹം ലംഘിച്ചു. ഏകലവ്യൻ പാണ്ഡവരെ സ്വയം പരിചയപ്പെടുത്തിയത് ദ്രോണരുടെ ശിഷ്യനായിട്ടായിരുന്നു. അപ്പോൾ ഏകലവ്യൻ എപ്പോഴാണ് ദ്രോണ ശിഷ്യനായത്? ആരാണ് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തത്? ധനുർവേദ രംഗത്ത് അതിപ്രശസ്തനും അതുല്യനുമായ ദ്രോണരുടെ ശിഷ്യനെന്ന് പ്രചരിപ്പിച്ചതിൻ്റെ ലക്ഷ്യമെന്താ? ഇതാണോ ഗുരുഭക്തി? അപ്പോൾ അദ്ദേഹം ചെയ്ത 2 കുറ്റങ്ങൾക്കും വിശേഷാൽ തെളിവ് ആവശ്യമില്ലാത്തതുകൊണ്ട് പ്രതി കൂട്ടി നിൽക്കുന്ന ഏകലവ്യനെ ബുദ്ധിയുള്ള സൂക്ഷ്മ ബുദ്ധിയായ ദ്രോണർ കൽപ്പിച്ചു കൊടുത്ത ശിക്ഷയാണ് ഈ പെരുവിരൽ ഛേദനം. ശിക്ഷ വിധിച്ചയാളും ശിക്ഷയ്ക്ക് വിധേയനായ ആളും ഒരുപോലെ അവരുടെ വ്യക്തിത്വ മഹിമയിൽ ഉയരുകയാണ് ചെയ്തത് ഈ ശിക്ഷയുടെ നടത്തിപ്പിലൂടെ. ഇവിടെ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഏകലവ്യൻ ദ്രോണർ ആവശ്യപ്പെട്ട പോലെ ഗുരുദക്ഷിണ നൽകാൻ വിസമ്മതിച്ചു എന്നിരിക്കട്ടെ. അത് ഏകലവ്യൻ്റെ ജീവഹാനിയിലായിരിക്കും കലാശിക്കുക. തള്ളവിരലിന് പകരം തലയെടുക്കാം അല്ലേ. ഒരു ഗുരുദക്ഷിണ ഏകലവ്യൻ്റെ ഗുരുഭക്തിയേക്കാൾ അദ്ദേഹത്തിൻ്റെ ജീവരക്ഷാ താല്പര്യത്തെയാണ് കാണിക്കുന്നത്. വിരൽ മുറിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകാനുള്ള കാരണവും അതുതന്നെയാണ്. ഒരു വിരൽ ത്യജിച്ച് ജീവനാണ് നിലനിർത്തിയത്. അതല്ലാതെ അർജുനനെ പ്രീതിപ്പെടുത്താനോ അദ്ദേഹത്തെക്കാൾ മഹാനായൊരു ശിഷ്യൻ തനിക്കില്ല എന്ന് വരുത്താനോ ഒന്നുമല്ല ആ പെരുവിരൽ ഛേദന നാടകം ഉണ്ടായത്, ഈ ഗുരുദക്ഷിണ നാടകം അരങ്ങേറിയത്. അങ്ങനെയൊക്കെ പറയുന്നത് വളരെ വാസ്തവ വിരുദ്ധമായ ഒരുപാട് ആലോചിക്കാതെയുള്ള നിലപാടുകളായിരിക്കും. മഹാഭാരതത്തെക്കുറിച്ചും പുരാണത്തെക്കുറിച്ചും എൻ്റെ വായനകളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു വിശദീകരണമാണ് ഈ കഥ. പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ സാറിൻ്റെ മഹാഭാരത പര്യടനം എന്ന വളരെ വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ നിന്ന് വളരെ തൃപ്തികരമായ ഒരു വിശദീകരണം എനിക്ക് ലഭിച്ചപ്പോൾ അത് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. വളരെ തെറ്റിദ്ധാരണ നിറഞ്ഞ ഒരു കഥയാണ് നമ്മുടെ മനസ്സിലൊക്കെ ഏകലവ്യനെക്കുറിച്ചും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെക്കുറിച്ച് മനസ്സിൽ ഉണ്ട്.
അപ്പോൾ ഏകലവ്യനെക്കുറിച്ച് ഇന്നിവിടെ പറയാമെന്ന് തോന്നി, പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എല്ലാവരും ഗുരുവായൂരപ്പ അനുഗ്രഹിക്കട്ടെ.